ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വിഭവം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ബിരിയാണി. ഇതിന്റെ രഹസ്യങ്ങൾ കേൾക്കൂ. ഹലോ, ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വിഭവമാണത്. പക്ഷേ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഈ ബിരിയാണിയുടെ യഥാർത്ഥ കഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഒരു അടിപൊളി അന്വേഷണം നടത്താൻ പോവാണ്. അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യയിലെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരൊറ്റ വിഭവം ബിരിയാണിയാണ്. ഒരു വർഷത്തെ കണക്കല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ റെക്കോർഡ് ബിരിയാണിക്ക് സ്വന്തമാണ്. അത്ഭുതമല്ലേ? അതെ, അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. ഒരുപാട് തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു കുറ്റാന്വേഷകന്റെ റോൾ ഏറ്റെടുക്കുകയാണ്. ഒരു പാചക കുറ്റാന്വേഷണം. നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ തുമ്പ് ഒളിഞ്ഞിരിക്കുന്നത് ബിരിയാണി എന്ന ആ പേരിൽ തന്നെയാണ്. ഈ പേര് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് പേർഷ്യയിലേക്കാണ്. ബിരിയാൻ എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം വറുക്കുക അല്ലെങ്കിൽ ചുട്ടെടുക്കുക എന്നാണ്. അതായത് പണ്ട് ചോറ് വയ്ക്കുന്നതിന് മുൻപ് അരി നെയ്യിലിട്ട് വറുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ആ രീതിയിൽ നിന്നാണ് ഈ പേര് വന്നതെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലൂ പേർഷ്യൻ കണക്ഷനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശരി, ഇനി നമുക്ക് ഈ കേസിന്റെ ഹൃദയഭാഗത്തേക്ക് കിടക്കാം. ബിരിയാണി എങ്ങനെ ദക്ഷിണേഷ്യയിലെത്തി എന്നതിനെക്കുറിച്ചുള്ള പ്രധാന തിയറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായും 3 തിയറികളുണ്ട്. ഒന്ന്, ഇത് മുഗൾ ചക്രവർത്തിമാരുടെ അടുക്കളയിൽ പിറന്ന വിഭവമാണെന്ന് പറയുന്നു. 2, അല്ല, മുഗളന്മാർ വരുന്നതിനു മുൻപ് തന്നെ അറബ് കച്ചവടക്കാർ വഴി ഇത് സൗത്ത് ഇന്ത്യയിലെത്തിയെന്ന് ചിലർ വാദിക്കുന്നു. 3ാമത്തെ തിയറി, ഇത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു എളുപ്പമുള്ള ഭക്ഷണമായിരുന്നു എന്നാണ്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. മുഗൾ തിയറിക്ക് പിന്തുണ നൽകുന്ന കുറേ ചരിത്രപരമായ തെളിവുകളുണ്ട് കേട്ടോ. അക്ബറിന്റെ കാലത്തുള്ള പുസ്തകങ്ങളിൽ ബിരിയാണിയെപ്പറ്റി പറയുന്നുണ്ട്. ഷാജഹാന്റെ കാലത്ത് ഒരു സഞ്ചാരി പുലാവും ബിരിയാണിയും രണ്ടാണെന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഔറംഗസേബ് മകനെഴുതിയ കത്തുകളിൽ പോലും ബിരിയാണിയെപ്പറ്റി പറയുന്നു. എന്തിനധികം, നമുക്ക് കിട്ടിയ ആദ്യത്തെ ബിരിയാണി റെസിപ്പി പോലും അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ കാലത്തുള്ളതാണ്. ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ ആ ആശയം വ്യക്തമാകുമല്ലേ? പേർഷ്യൻ പുലാവിൻ്റെ ആ ഒരു മൈൽഡ് ഫ്ലേവറും ഇന്ത്യയിലെ എരിവും മസാലക്കൂട്ടുകളും നിറഞ്ഞ ചോറും, ഇവ രണ്ടും ചേർന്നൊരു ഫ്യൂഷൻ. ഇതാണ് മുഗൾ തിയറിയുടെ കാതൽ. ബിരിയാണിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പൂർവികനായി കരുതപ്പെടുന്ന പേർഷ്യൻ പുലാവിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിയണം. അപ്പോൾ എന്താണ് ഈ പുലാവും ബിരിയാണിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? പുലാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളാണ്. ഇറച്ചിയും അരിയും ഒരുമിച്ച് വേവിച്ചെടുക്കുന്ന ഒരു വിഭവം. എന്നാൽ ബിരിയാണി അങ്ങനെയല്ല. അത് കൂടുതൽ കോംപ്ലക്സ് ആണ്. മസാലകൾ കൂടുതലാണ്. ഇറച്ചിയും ചോറും ലെയറുകളായിട്ടാണ് വേവിക്കുന്നത്. പിന്നെ പുലാവ് ഒരു സൈഡ് ഡിഷാണെങ്കിൽ ബിരിയാണിയാണ് മെയിൻ ഡിഷ്. ബിരിയാണി ഉണ്ടാക്കുന്നതിനുമുണ്ട് 2 പ്രധാന രീതികൾ: പക്കി, കച്ചി എന്നിങ്ങനെ. പക്കി എന്ന് പറഞ്ഞാൽ വേവിച്ചതെന്നാണ് അർത്ഥം. അതായത് ഇറച്ചിയും ചോറും വേറെ വേറെ വേവിച്ച ശേഷം ഒന്നിച്ചു ചേർക്കുന്നു. എന്നാൽ കച്ചി അങ്ങനെയല്ല. കച്ചി എന്നാൽ പച്ച എന്നാണ് അർത്ഥം. മസാല പുരട്ടിയ പച്ച ഇറച്ചി പാതി വെന്ത ചോറിൻ്റെ കൂടെ ദം ചെയ്തെടുക്കുന്ന രീതിയാണിത്. ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ സീക്രട്ട് ഇതാണ്. ശരി, അപ്പോൾ ചരിത്രത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ബിരിയാണിയുടെ ഇന്നത്തെ ലോകത്തേക്ക് വരാം. അതിൻ്റെ വൈവിധ്യം കണ്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം? ചരിത്രം എന്തൊക്കെയായാലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിഭവം ബിരിയാണിയാണ്. അതിൻ്റെ ഒരു സ്വാധീനം അത്ര വലുതാണ്. ഇനി നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ചില ബിരിയാണി വെറൈറ്റികളെ ഒന്ന് പെട്ടെന്ന് കണ്ടുപോകാം. ആദ്യം തന്നെ തുടങ്ങുന്നത് ബിരിയാണികളുടെ രാജാവ് എന്ന് വിളിക്കാവുന്ന ഹൈദരാബാദി ദം ബിരിയാണിയിൽ നിന്നാണ്. അടുത്തത് കൊൽക്കത്ത ബിരിയാണിയാണ്. ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയാമോ? ഉരുളക്കിഴങ്ങ്. ഇറച്ചിക്ക് പകരം ഉരുളക്കിഴങ്ങ് ചേർത്ത ഒരു നവാബിന്റെ കഥയാണ് ഇതിന് പിന്നിൽ. ഒരു വെറൈറ്റി അല്ലേ? ഇനി നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാം. മ്യാൻമറിൽ ബിരിയാണിയുടെ പേര് ഡാൻപോക്ക് എന്നാണ്. ഇത് കുറച്ചുകൂടി മധുരമുള്ള ഒരു വേർഷനാണ്. അവിടുത്തെ കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇതൊരു ഒഴിവാക്കാനാവാത്ത വിഭവമാണ്. അവസാനമായി നമുക്ക് തായ്ലൻഡിലേക്ക് പോകാം. അവിടുത്തെ ബിരിയാണിയാണ് ഖാവോ മോക്ക്. മഞ്ഞളൊക്കെ ചേർത്ത് ഒരു പ്രത്യേകതരം പച്ച സോസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ലോകം മുഴുവൻ ബിരിയാണി എങ്ങനെ പടർന്നു എന്നതിന് ഇതിലും നല്ല ഉദാഹരണമില്ല. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ വിധി എന്താണ്? ബിരിയാണിക്ക് ഒരൊറ്റ ഉത്ഭവ കേന്ദ്രമില്ല. മറിച്ച് പേർഷ്യൻ പാചകരീതിയും ദക്ഷിണേഷ്യൻ മസാല കൂട്ടുകളും ഓരോ നാടിൻ്റെ തനതായ രുചികളും എല്ലാം ചേർന്ന ഒരു സാംസ്കാരിക സങ്കലനത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ് ബിരിയാണിക്കുള്ളത്. ഓരോ ഭക്ഷണത്തിനും ഒരു കഥ പറയാനുണ്ടെന്ന് പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ ബിരിയാണി നമ്മളോട് പറയുന്നത് ഒരു വലിയ കഥയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും
പല നാടുകളിലേക്കുള്ള യാത്രകളും സംസ്കാരങ്ങളുടെ ഒത്തുചേരലുകളുമെല്ലാം ആ കഥയിലുണ്ട്. അപ്പോൾ അടുത്ത തവണ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കുമ്പോൾ ഇതൊന്ന് ഓർത്തു നോക്കൂ.